ആ രാത്രി അസാധാരണമായി തന്നെ ഇരുണ്ടതും ഭീതിജനകവുമായിരുന്നു. മുകളിലൂടെ ശത്രു ഡ്രോണുകളുടെ കൂട്ടം, താഴെ മാരകമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഓരോ നിമിഷവും മരണഭീഷണി. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ധീര യോദ്ധാവ് സ്ക്വാഡ്രൺ ലീഡറായ റിസ്വാൻ മാലിക് എടുത്ത തീരുമാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പിന്നോട്ടില്ലെന്നായിരുന്നു മറുപടി. സുഖോയ് ജെറ്റ് ദൗത്യത്തിനായി തന്നെ തയ്യാറായിരുന്നുവെന്നും ആ ധീര ജവാൻ വ്യക്തമാക്കിയിരുന്നു. ആകാശത്ത് ഡ്രോൺ കൂട്ടങ്ങൾ, താഴെ മാരകമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഓരോന്നും ഏറ്റവും മികച്ച ജെറ്റുകൾക്ക് പോലും ആ മരണ വാറന്റ് എന്ന രീതിയിലായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ. എന്നിട്ടും ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡറായ റിസ്വാൻ മാലിക് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയി. ആയതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ പേര് ഈ ഒരു വർഷം തികയുന്ന ഓപ്പറേഷൻ സിന്ദൂർ വർഷം തികയുന്ന ഈ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കുകയാണ്. ആരാണ് ആ ധീര ജവാൻ? ഇന്ത്യയുടെ പ്രതികാര നടപടികളിൽ പങ്കെടുത്ത ധീര സൈനികരിൽ ഒരാളായിരുന്നു മാലിക്. 2025 സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹത്തിന് വീരചക്ര ബഹുമതി സമ്മാനിച്ചിരുന്നു. അവിടെ മണിപ്പൂർ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ കൊയ്ബു ഗ്രാമത്തിൽ മെയ്തി പാങ്കൽ കുടുംബത്തിലാണ് മാലിക് ജനിച്ചത്. അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ ഉദ്യോഗസ്ഥനായിരുന്ന അൽഹാജ് സാഫിഹുദ്ദീൻ എന്ന വ്യക്തിയുടെ മകനാണ് അദ്ദേഹം. മാലിക്കിന്റെ ആദ്യകാല വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പൊതുരേഖകളിൽ ഇവിടെ പരിമിതമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. 2015 അദ്ദേഹം വ്യോമസേനയിൽ ചേർന്നത്. റാങ്കുകളിൽ ഉയർന്ന് 2021 സ്ക്വാഡ്രൺ ലീഡറായി തന്നെ അവിടെ ഉയർത്തപ്പെട്ടു. സ്ക്വാഡ്രൺ ലീഡർ റിസ്വാൻ മാലിക് ആകട്ടെ ഫൈറ്റർ പൈലറ്റുകൾക്കിടയിലും വേറിട്ട് നിന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെയാകട്ടെ ഡീപ് സ്ട്രൈക്ക് ദൗത്യങ്ങളിലും എയർ സുപ്പീരിയോറിറ്റി ഓപ്പറേഷനുകളിലും വൈവിധ്യം നേടിയ വ്യക്തി കൂടിയാണ്. അതിസമ്മർദ്ദവും നിറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ കൃത്യത, വേഗത എന്നിവ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ പോലും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം വലിയ രീതിയിൽ പരിശീലിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലാണ് അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉൾഭാഗത്തും പടിഞ്ഞാറൻ അതിർത്തിയിലുമായി തന്നെ വ്യാപിച്ചു കിടക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ എന്നിവയുമായി തന്നെ ബന്ധമുള്ള 9 ഭീകര ഇൻഫ്രാസ്ട്രക്ചറുകളെ ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യമിട്ടിരുന്നു. ഈ സ്ഥലങ്ങൾ പാക് സൈന്യം ശക്തമായി തന്നെ സംരക്ഷിച്ചു വരുന്നതാണ്. ഈ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ മാലിക്കിനെയാണ് ചുമതലപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഒരു സാക്ഷ്യപത്രം അനുസരിച്ച് റിസ്വാൻ മാലിക് ഈ ആക്രമണത്തിലെ ഡെപ്യൂട്ടി മിഷൻ ലീഡർ കൂടിയായിരുന്നു. പാക് സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും നിരന്തരമായ റഡാർ നിരീക്ഷണത്തിലും അവിടെ സംരക്ഷിക്കപ്പെട്ടിരുന്ന ലക്ഷ്യസ്ഥാനങ്ങളെയാണ് ഇദ്ദേഹത്തിന് തകർക്കേണ്ടി വന്നിരുന്നത്. ആക്രമണം നടത്താനുള്ള സമയം വളരെ കുറവായിരുന്നു. അദ്ദേഹമാകട്ടെ ഫൈറ്റർ ജെറ്റ് താഴ്ത്തി പറക്കുകയും വ്യോമ അതിർത്തി നാവിഗേറ്റ് ചെയ്യുകയും ചെയ്തു. ആയുധം പുറത്തെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിട്ട് പോലും തന്റെ ആദ്യ ആയുധം പുറത്തെടുത്തുകൊണ്ട് പാകിസ്ഥാനിലെ അവിടെ വലിയ രീതിയിൽ ആ ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനം അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ആക്രമണത്തിനായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി. ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു ഏറ്റുമുട്ടൽ മേഖലയിൽ പ്രവേശിക്കുകയും മറ്റൊരു ലക്ഷ്യത്തെ വിജയകരമായി തന്നെ നിർവീര്യമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെ ആക്രമണങ്ങൾക്കും തുടർച്ചയായ ഭീഷണികൾക്കും ഇടയിൽ പോലും അദ്ദേഹം പ്രവർത്തനത്തിനിടയിൽ ഒന്നിലധികം ദൗത്യങ്ങൾ പൂർത്തിയാക്കി. കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. മാലിക്കിന്റെ പ്രവർത്തനങ്ങളെ മാതൃകാപരമായ ധൈര്യം, നിർണായക നേതൃത്വം, അചഞ്ചലമായ അർപ്പണം എന്നതാണ് സൈന്യം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആക്രമണ തന്ത്രങ്ങൾ ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കി എന്നത് സാക്ഷ്യപത്രത്തിൽ പറയുന്നുണ്ട്. യുദ്ധസമയത്ത് ധീരതയ്ക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങളിൽ ഒന്നായ വീരചക്ര നേടിയ 9 ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയായിരുന്നു മാലിക്. യുദ്ധവീരന്മാരുടെ കഥകൾ പലപ്പോഴും ഭാഗികമായി തന്നെയാണ് ഇവിടെ പുറത്തു വരുന്നത്. ധീരതയ്ക്കുള്ള അംഗീകാരങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ വലിയ രീതിയിൽ വെളിച്ചത്തെത്തുന്നത്. സ്ക്വാഡ്രൺ ലീഡർ മാലിക്കിന്റെ കഥ അത്തരത്തിലുള്ളതാണ് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടത് ഒന്നായി തന്നെ മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.